UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ജനങ്ങൾക്ക് സ്വീകാര്യമായ പദ്ധതി കൊണ്ടുവന്നത് പ്രിയദർശിനി സൗജന്യ യാത്രയായിരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മാസം ആവുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആയി ഇരിക്കുമ്പോഴേക്ക് തന്നെ ഇപ്പോൾ അതിന്റെ ഗതാഗത മന്ത്രി CP ജോൺ തന്നെ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. സ്ത്രീകൾ തിക്കിത്തിരക്കി സൗജന്യ യാത്രയ്ക്ക്, അതായത് പ്രിയദർശിനി ബസ്സിൽ കയറി പോകുന്നു എന്നുള്ളൊരു ഇത് ആ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഒരു സൗജന്യ യാത്ര കൊടുത്തത് കൊണ്ട് ജനങ്ങൾ വരും, അത് ഉറപ്പാണല്ലോ വരും എന്നുള്ളത്. ഇപ്പൊ എങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ട അല്ലെങ്കിൽ പ്രസംഗിക്കേണ്ട കാര്യം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഈ സൗജന്യ യാത്രയ്ക്ക് തിക്കിത്തിരക്കി വരുന്ന സ്ത്രീകൾ മക്കളെ എവിടെ വിടുന്നു? പ്രൈവറ്റ് സ്കൂൾ, സ്വകാര്യ സ്കൂളിൽ ഫീസ് കൊടുത്ത് പഠിക്കാൻ വിടുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ പഠിക്കാൻ വിടുന്നു എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തർ താല്പര്യം ഉണ്ടാവും, അവിടെ പഠിക്കാൻ വിടുന്നു എന്നൊക്കെയുള്ള പുള്ളി ഉദ്ദേശിച്ചത് വേറെ ഒരു കാര്യമായിരിക്കും. എങ്കിലും പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അത് കൂടാതെ അടുത്തതായിട്ട് പറയുന്നത് ഈ സ്വകാര്യ സ്കൂളിൽ വിടുന്നു, അതേ അവർ തന്നെ അടുത്തതായിട്ട് പൊതു ആരോഗ്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ തിണ്ണയിൽ വന്നിരിക്കുന്നു. അതായത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ CP ജോൺ പറഞ്ഞതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ എല്ലാം പൊതുജനങ്ങൾ അല്ലെങ്കിൽ പൊതു വകുപ്പുകളെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ പഠനത്തിന് വേറൊരു സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കാതെ എല്ലാം, അല്ലെങ്കിൽ അവർക്ക് പൊതു സ്കൂൾ ഉണ്ടല്ലോ, പൊതുവിദ്യാലയങ്ങളെ ആശ്രയിക്കാമായിരുന്നു. അങ്ങനെ പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകാൻ കാരണം ഈ പദ്ധതി ആരംഭിച്ചിട്ട് കോടിക്കണക്കിന് നഷ്ടം KSRTCക്ക് വരുന്നു. സർക്കാരിന് ഇത് ശരിക്കും ഒരു ബാധ്യതയായി എന്ന് തോന്നൽ ഗതാഗത മന്ത്രിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. സർക്കാരിന് ഇത് ശരിക്കും വൻ നഷ്ടത്തിലേക്ക്, വൻ ബാധ്യതയാണ്. കോടിക്കണക്കിന് രൂപ ഓരോ മാസവും വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 5-6 മാസം കൊണ്ട് വൻ തുക നഷ്ടം വരും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. ഈ പദ്ധതി ശരിക്കും നടത്തണ്ട എന്നുള്ളൊരു ചിന്തയാണോ ഇപ്പോൾ ഈ ഗതാഗത മന്ത്രിക്ക്? അതിൽ നിന്നാണോ ഈ ഒരു സംസാരം ഉണ്ടായത്? അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാര്യം ഗതാഗത മന്ത്രി CP ജോൺ, ഞാൻ ആദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായി അദ്ദേഹം വരുന്നു. അപ്പൊ ഞാൻ തന്നെ പലപ്പോഴും അല്ലെങ്കിൽ പല ആളുകളോട് സംസാരിച്ചപ്പോഴും ഇവിടെ നമ്മൾ തന്നെ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഏറ്റവും പരാജയപ്പെട്ട മന്ത്രിയെ 5 വർഷം കഴിയുമ്പോൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ CP ജോൺ ആയിരിക്കും. കാരണം ഈ പദ്ധതി പരാജയപ്പെടുകയാണെങ്കിൽ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഏഷ്യാനിൽ കാണുകയുണ്ടായി. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ബദൽ പദ്ധതികൾ എന്താണ്. ആ സമയത്ത് പോലും എനിക്ക് ഒരുപാട്, ഞാൻ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാനദണ്ഡം വെക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം നൽകണം എന്നൊക്കെ അഭിപ്രായമുള്ള ആളായിരുന്നു. ഞാനപ്പോൾ അത് പല ആവർത്തി പറഞ്ഞു. മന്ത്രിയുടെ അഭിപ്രായം മന്ത്രി എന്ന് പറയുന്നത്, മന്ത്രി നമ്മളെ ഞെട്ടിച്ചു. അന്ന് മന്ത്രി പറഞ്ഞൊരു വാക്ക് എന്ന് പറയുന്നത്, ഒരു സ്ത്രീ അവൾ പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ പാവപ്പെട്ടവളാണെന്ന് ഒന്നിലധികം തവണ ഒരാൾക്ക് മുന്നിൽ പറയേണ്ടി വരുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അത്തരം അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മാനദണ്ഡങ്ങളൊന്നും വെക്കുന്നില്ല, എല്ലാവരും കയറട്ടെ. അതിപ്പോ സർക്കാർ ജീവനക്കാർക്കും കയറാം, മറ്റുള്ളവർക്കും കയറാം, ഒരു പ്രശ്നവുമില്ല, സ്ത്രീ ആയിരുന്നാൽ മതി എന്നുള്ള ഒരു രീതിയിൽ മന്ത്രി പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ശരിയാണ്. ഒരാൾ പാവപ്പെട്ടതാണ് എന്ന് ഒന്നിലധികം തവണ ഒരാളോട് അല്ലെങ്കിൽ ഒരു ദിവസം പറയേണ്ടി വരുന്നത് മോശമാണ്. അപ്പം അത് മന്ത്രി പറഞ്ഞാണ് ശരി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ടിക്കറ്റ് എന്റെ ഒരു ഇതായിരുന്നു, ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യട്ടെ, QR കോഡ് വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഒരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അപ്പോഴും മന്ത്രി അത് ആദ്യഘട്ടത്തിൽ നോക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് അതും ഇതേപോലെ ഒരാൾ ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ അതൊന്നും നോക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് എന്താന്ന് നോക്കാം. സർക്കാരിന് അറിയാമായിരുന്നു ഇത് വലിയൊരു ബാധ്യതയാണ് സർക്കാരിനെന്നുള്ളത്. സർക്കാർ ഫണ്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇത്തരം പദ്ധതികൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പറയാൻ പാടില്ല എന്ന് UDFനും കോൺഗ്രസിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബാധ്യത വരുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും അറിയാമായിരുന്നു. പിന്നെ സ്ത്രീകൾ സ്വാഭാവികമായി ബസ്സിൽ കയറും, അല്ലെങ്കിൽ സൗജന്യമായതുകൊണ്ട് സ്ത്രീകൾ കയറും, അത് ആ ബസ്സുകളിൽ തിരക്കുണ്ടാകും. ഇതും മുഖ്യമന്ത്രിയും CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രി ഒക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ബസ്സിൽ സ്ത്രീകൾക്ക് ഞെരുങ്ങി കുത്തി കയറാനുള്ള സാധ്യതയുണ്ട്, തിരക്കുകൾ ഉണ്ടാകും. സ്ത്രീകൾക്ക് വേണ്ടി മറുവശത്ത് പിങ്ക് ബസ് പോലും തിരുവനന്തപുരം സിറ്റിയിൽ ട്രയലിന് വേണ്ടി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞതും ഇതേ സർക്കാരാണ്. അപ്പൊ എന്തിനാണ് അദ്ദേഹം അത്തരം ഒരു പരാമർശം നടത്തിയെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾ കയറുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന് പോസിറ്റീവായിട്ട് സ്ത്രീകൾ അത്രത്തോളം കയറുന്നു, പക്ഷെ ഈ ഒരു പ്രസ്താവന നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയില്ല. കാര്യം തിരക്കി സ്ത്രീകൾ സൗജന്യ യാത്ര കിട്ടുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾ കയറുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് ആ ഒരു ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനോട് യോജിപ്പില്ല. പക്ഷെ അതിനെ പോസിറ്റീവായി പറയാം. ഞങ്ങളുടെ പദ്ധതി വിജയിച്ചു, അതുകൊണ്ടാണ് തിരക്കി ആളുകൾ ബസ്സിൽ കയറുന്നതെന്ന് പറയാം. അപ്പോ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്, സൗജന്യ യാത്ര നൽകുമ്പോൾ സ്ത്രീകൾ ചോദിച്ചിട്ടല്ല സൗജന്യ യാത്ര നൽകിയത്, പക്ഷെ സർക്കാർ സൗജന്യ യാത്ര മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്ത്രീകൾ പൊതുഗതാഗതം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് സർക്കാരിന്റെ പോസിറ്റീവ് സൈഡാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഗുണമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മക്കളെ
പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നു. അതിന് സൗജന്യ യാത്രയിൽ KSRTCയിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ തന്റെ കുട്ടിക്ക് പണം നൽകി പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. അതിൻ്റെ അകത്ത് മുൻപ് തന്നെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്, ഒരുപാട് പേർ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് എല്ലാവരും മക്കളെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്? 10 വരെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ശൈലി വെച്ച് 10 വരെ CBSE പഠിപ്പിക്കും, +1 +2 ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ വിടും, അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ ഗവൺമെന്റ് കോളേജുകൾ, നീറ്റ് ഏത് എഴുതിയാലും അപ്പോൾ അവർക്ക് ഗവൺമെന്റിന്റെ കോളേജുകൾ കുട്ടികൾ പഠിക്കണം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പെൺകുട്ടിക്കാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ടെങ്കിൽ പോലും പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും വീട്ടുകാർ ആഗ്രഹിക്കുന്നത് സർക്കാർ ജോലി കിട്ടണം. സർക്കാർ സ്കൂളിനോട് പുച്ഛമാണ്, സർക്കാർ സ്കൂളിൽ പഠിക്കില്ല, പക്ഷേ മക്കൾക്കെല്ലാം സർക്കാർ ജോലി കിട്ടണം, അവർ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കും. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഞാൻ ഈ പ്രസ്താവനയിൽ CP ജോൺ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിക്കൊപ്പമാണ്. കാര്യം സ്വന്തം മക്കളെ പോലും, ഗവൺമെന്റ് ജീവനക്കാർ പോലും സ്വന്തം മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാറില്ല. പല സ്കൂളുകളിലെ അധ്യാപകരും സ്വന്തം മക്കൾ, അല്ലെങ്കിൽ അവർ സ്കൂളിലെ അധ്യാപികയായിരിക്കും, 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ട് അവരോട് അധ്യാപികയായിരിക്കും. അവരുടെ മക്കൾ പഠിച്ചതും അവരുടെ മക്കൾ ഇപ്പോൾ പഠിക്കുന്നതും പല ആളുകളുടെയും പ്രൈവറ്റ് സ്കൂളിലാണ്. അപ്പൊ സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ, ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ ധൈര്യമില്ലാത്ത അധ്യാപകരുള്ള കേരളത്തിൽ എന്ത് മാനദണ്ഡത്തിലാണ് കുട്ടികളെ പാരന്റ്സ് അവിടെ കൊണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതിൽ ഈ CP ജോൺ പറഞ്ഞതില് തിക്കിത്തിരക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്ത് പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളില്ലാത്തൊരവസ്ഥയാണ്. കൂടുതൽ പേരും സ്വകാര്യ സ്കൂളുകളിലേക്കാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏതാണ് അധ്യാപകരുടെ തസ്തിക നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണുള്ളത്, കൂട്ടേണ്ടി വരുന്നുണ്ട്. അവർ അധ്യാപകരെ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം പോകുന്നു, ഇങ്ങനെ ഒരു വിദ്യാർത്ഥികൾ കുറയുന്നത് കൊണ്ടുള്ള ഒരു കാര്യമാണ്. അതും കൂടിയാണ് പുള്ളി എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് പൊതുവിദ്യാലയത്തെ കൂടുതൽ ആശ്രയിക്കണം എന്നുള്ള രീതിയിലാണ്, അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. സൗജന്യ യാത്ര നൽകുമ്പോൾ പൊതുഗതാഗതത്തിൽ കയറാൻ ആളുണ്ട്. അതേപോലെ തന്നെ ഇനി ഗവൺമെന്റ് ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യ സൗജന്യമാണ്, വലിയ ഒരുപാട് പണം നൽകുന്നുണ്ട്, ചികിത്സാ കാർഡുകളുണ്ട്, ചികിത്സ സൗജന്യം. അപ്പോൾ എത്ര തിരക്കിട്ടാലും അല്ലെങ്കിൽ എത്ര സമയമെടുത്തും വെയിറ്റ് ചെയ്യാൻ തയ്യാറായി സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ കാണാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷവും ഇപ്പോഴും സർക്കാർ ആശുപത്രിയുടെ ഗതിയൊന്നും വലിയ മെച്ചമല്ലെങ്കിൽ പോലും അവിടെ ആളുകൾ ക്യൂ നിന്ന് കാണാൻ തയ്യാറാകുന്നു. ഇതേ സ്ഥാനത്ത് പൊതുവിദ്യാലയത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഫീസ് കൊടുത്ത് മറ്റൊരു വിദ്യാലയത്തിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടേക്ക് പോവാതെ അപ്പോഴും ഈ എങ്ങനെയുള്ള എന്താണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് എന്ന അതിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. അത് ഞാൻ പറയുന്നു, ഞാൻ പോസിറ്റീവായി എടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് പൊതുഗതാഗതം കൊള്ളാം, സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ മേഖല, ഹോസ്പിറ്റലുകൾ, സർക്കാർ ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കാം, സർക്കാർ ജോലി കിട്ടണം മക്കൾക്ക്, പക്ഷേ ഗവൺമെന്റ് സ്കൂളിനോട് പുച്ഛമാണ്, മക്കളെ പഠിപ്പിക്കില്ല, ഗവൺമെന്റ് സ്കൂളിൽ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറല്ല, സൗജന്യമാണ്, ഭക്ഷണം നൽകുന്നുണ്ട്, ഇതെല്ലാം സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ പണ്ടത്തെ പോലെ നല്ല സ്കൂളുകൾ നല്ല എന്താണ് ഹൈടെക് ആക്കിയിട്ടുണ്ട്. ഒരുവിധ സ്കൂളുകളൊക്കെ നല്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ പ്രൈവറ്റ്, ഞാൻ മുന്നേ പറയാറുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിച്ച ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ പ്ലേ ക്ലാസ് മുതൽ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞ് അവർ +2 കഴിഞ്ഞ് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിലാക്കണം. അപ്പോൾ അവർക്ക് പ്രൈവറ്റ് കോളേജുകൾ പഠിക്കാൻ താല്പര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ സർക്കാർ സ്കൂളുകളിൽ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമപ്രദേശത്തെ സർക്കാർ സ്കൂളൊക്കെ എടുത്തു കഴിഞ്ഞാൽ LP UP സ്കൂളുകൾ കുട്ടികൾ വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ്. പല സ്കൂളുകളും പൂട്ടേണ്ട ഒരു സാഹചര്യം വരും. ഒരു പഞ്ചായത്തിൽ 1-ലധികം അല്ലെങ്കിൽ 2, 3, 4 ഗവൺമെന്റ് സ്കൂളുകളുള്ള പഞ്ചായത്തുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്കൂൾ മാത്രം നിലനിർത്തി 3 സ്കൂളുകൾ പൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടല്ല, കുട്ടികളെല്ലാം പ്രൈവറ്റ് സ്കൂളിൽ വിടാൻ വേണ്ടി പാരന്റ്സ് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ മാത്രമേ രക്ഷപ്പെടൂ എന്നൊരു ചിന്താഗതിയുണ്ട്. ഇനി മറിച്ചൊരു കാര്യം കൂടിയുണ്ട്. ഇതേ കുട്ടികളോട് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നവരാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ ജഡ്ജ് ചെയ്യുന്നത് എന്തോ വളരെ മോശം എന്ന് വെച്ചാൽ അങ്ങനെയല്ല. സർക്കാർ സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു പുച്ഛമാണ്, സർക്കാർ സ്കൂൾ അത്രയും മോശമാണ് എന്നുള്ളത്. പക്ഷെ സർക്കാർ സ്കൂളിലെ അധ്യാപകരൊന്നും അത്ര, അല്ലെങ്കിൽ അധ്യാപകരോ അവിടെ ട്രെയിൻ ചെയ്യുന്നവരൊന്നും അത്ര മോശം ആളുകളല്ല. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും സർക്കാർ സ്കൂളിലെ അധ്യാപകർ. പ്രത്യേകിച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി നോളജ് ഉള്ള ആളുകളായിരിക്കും. അല്ലാതെ ശമ്പളം കൊടുത്ത് അല്ലെങ്കിൽ പണം നൽകി വന്ന ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂൾ അത്ര മോശമൊന്നുമല്ല. പിന്നെ സർക്കാർ സ്കൂളിന് കുറെ പരിമിതികളൊക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പരിമിതികൾ മാത്രമല്ല, അതിനകത്ത് സർക്കാർ സ്കൂളുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജനങ്ങളുടെ അടുത്ത് ഇടപഴകാൻ ഒരു പ്രത്യേക ഇത് തോന്നുകയും അല്ലെങ്കിൽ അതിൽ ഇടപഴകുന്ന ഒരു രീതിയും കണ്ടാൽ മനസ്സിലാകും. മാനേജ്മെന്റ് അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് സ്കൂളുകൾ പഠിക്കുന്നവരും അവരധികം അങ്ങോട്ട് ഇടപഴകാൻ തയ്യാറായി വരില്ല. ആ ഒരു വ്യത്യാസം കൂടി നമ്മൾ കാണുന്നുണ്ടല്ലേ? അല്ല, നമ്മൾ പറയുമല്ലോ, സാധാരണ പറയാറുണ്ട്, ഇപ്പൊ പല ആളുകളും പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമെങ്കിലും
മനുഷ്യത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സർക്കാർ സ്കൂളിൽ പഠിച്ച കാര്യം. അവർ വളർന്നു വരുന്ന രീതി എന്ന് പറയുന്നത് മറ്റൊരാൾക്ക്, ഇപ്പൊ നമ്മൾ CBSE സ്കൂളിൽ അല്ലെങ്കിൽ മറ്റു സ്കൂളുകൾ പഠിക്കുന്നവർ, പ്രൈവറ്റ് സ്കൂളുകൾ പഠിക്കുന്നവർ എന്ന് പറയുന്നത് ഏറ്റവും ടിപ്പ് ടോപ്പായി പോയി അവിടെ ഇരുന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മറുവശത്ത് സർക്കാർ സ്കൂളിലാണെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അടുത്തിരിക്കുന്നവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പരസ്പര സഹായം, എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് കൂടുതലും സർക്കാർ സ്കൂളുകളിൽ നിന്നാണ്. എന്നാൽ ഇപ്പൊ സർക്കാർ സ്കൂളിന്റെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. അതിന് ഒരു ഉത്തരവാദിത്വം ഇപ്പൊ CP ജോൺ പറഞ്ഞത് വലിയ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീകളെ മോശപ്പെടുത്തുന്ന ഒരു പരാമർശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. തിക്കിത്തിരക്കി ബസ്സുകളിൽ കയറുന്നു എന്ന് പറയുന്നത് അത് ആദ്യമേ സർക്കാരിന് അറിയാവുന്ന കാര്യമായിരുന്നു. തിക്കിത്തിരക്കി ബസ്സിൽ തിരക്കുണ്ടാകുമെന്ന്. സർക്കാർ ആശുപത്രി ഉപയോഗിക്കുന്നവർക്ക്, സർക്കാർ ജോലിയോട് താല്പര്യമുള്ളവർക്ക് എല്ലാം സർക്കാർ ജോലി വേണം, സർക്കാർ ആശുപത്രി വേണം. പൊതുഗതാഗതം ഉപയോഗിക്കുന്നവർക്ക് എന്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല ഉപയോഗിക്കുന്നില്ല? പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും വളരെ പോസിറ്റീവ് ആയിട്ട് ഇതൊരു വിവാദത്തിലേക്ക് പോകേണ്ട അങ്ങനെയല്ല ഉണ്ടാവാൻ പോണത്. ഇതെന്തായാലും ആദ്യം വരുന്ന പോയിന്റ് പറഞ്ഞാൽ സ്ത്രീകളെ അപമാനിച്ചു, ഇതായിരിക്കും എനിക്ക് ഇതിന്റെ അകത്ത് സ്ത്രീകളെ അപമാനിച്ചു എന്നൊരു തോന്നൽ. അവര് സൗജന്യമായിട്ട് സർക്കാരിന് കൊടുത്തു, എന്നിട്ട് സർക്കാർ എന്നെ പറയുന്നു തിക്കിത്തിരക്കി ബസ് കയറുന്നു. ആ ഒരു രീതിയായിരിക്കും സംസാരം ഉണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോ മന്ത്രി പറഞ്ഞത് സൗജന്യമായി ബസ്സിൽ കൊടുക്കുന്നുണ്ട്, തിക്കിത്തിരക്കി കയറുന്നു, പൊതുവിദ്യാഭ്യാസ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയായിരുന്നെങ്കിൽ പിന്നും പറയാൻ പറ്റുന്നു അതൊരു തെറ്റായ പരാമർശമാണ്. ഇദ്ദേഹം പറയുന്നത് ഗവൺമെന്റ് സ്കൂളുകളുടെ സ്ഥിതി കൂടി മെച്ചപ്പെടണം, അതിനുകൂടി സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതി കണ്ടെത്തേണ്ടി വരും. കാര്യം അത്രത്തോളമായി ഗവൺമെന്റ് സ്കൂളുകൾ അത്രത്തോളം വിദ്യാർത്ഥികൾ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഗവൺമെന്റ് സ്കൂളുകളെല്ലാം തന്നെ നിയമനമൊക്കെ നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന് ഇതിപ്പോ എന്തായാലും ഒരു വിവാദമാകും. സ്ത്രീകളോട് മോശമായി പറയുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ, അല്ലെങ്കിൽ CP ജോൺ എന്ന മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലേ എന്ന് ജനങ്ങളൊന്ന് ചിന്തിക്കണം.